തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. കൂത്തുപറമ്പ് കൃഷിഭവൻ സ്മാർട്ട് കൃഷിഭവനായി പാലാപ്പറമ്പിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ആദ്യത്തെ സ്മാർട്ട് കൃഷിഭവനാണ് കൂത്തുപറമ്പിലേത്. കൂത്തുപറമ്പ് കൃഷിഭവന് ഒരു പുതിയ കെട്ടിടം ഉണ്ടാവുന്നു. പുതിയ കെട്ടിടമല്ല, കൂത്തുപറമ്പ് കൃഷിഭവൻ സ്മാർട്ടാവുന്നു എന്നുള്ളതാണ് വലിയ കാര്യം. നിറഞ്ഞ സന്തോഷം എനിക്കും. ആ സന്തോഷത്തോടു കൂടി കൂത്തുപറമ്പ് സ്മാർട്ട് കൃഷിഭവന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി അറിയിക്കട്ടെ. ഇത് കേവലമായ ഒരു ഓഫീസ് കെട്ടിടം മാത്രമല്ല. കൃഷി ഓഫീസർക്കും കൃഷി അസിസ്റ്റന്റുമാർക്കും എല്ലാം ഇരിക്കാനുള്ള ഇടം എന്നാരും കരുതരുത്. ഞങ്ങൾ സ്മാർട്ട് കൃഷിഭവൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അവിടെ മനോഹരമായ കെട്ടിടവും അകത്ത് നിറഞ്ഞിരിക്കുന്ന നല്ല മറ്റു ഫർണിച്ചറുകളും കമ്പ്യൂട്ടർ സംവിധാനങ്ങളും അല്ല. കർഷകർക്ക് സേവനം സ്മാർട്ടായി കിട്ടുക എന്നുള്ളതാണ്. കൃഷിഭവൻ സ്മാർട്ടാവുക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെയും ലക്ഷ്യം വെക്കുന്നത് സേവനം സ്മാർട്ടാവണം. കർഷകന് മനസ്സിലാവണം എനിക്ക് സേവനം സ്മാർട്ടായി കിട്ടുന്നുണ്ട് എന്ന്. അപ്പോൾ മാത്രമേ സ്മാർട്ട് കൃഷിഭവൻ യാഥാർത്ഥ്യമാവുള്ളൂ. KP മോഹൻ MLA അധ്യക്ഷനായി. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ എൻ്റെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ മുന്നോട്ട് വരണം. അതില്ല എന്നതാണ്. യഥാർത്ഥ കർഷകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ കൃഷിഭവനിൽ പോകണം. അവിടുന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിക്കണം. നമുക്കതുപോലെ തന്നെ യന്ത്രങ്ങൾ വേണം. ആ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് കൃഷി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യന്ത്രങ്ങളില്ലാതെ കൃഷി ചെയ്യാൻ സാധ്യമല്ല. ഇതൊക്കെ തന്നെ വേണ്ടിയിട്ടാണ് കാംകോ തുടങ്ങിയത്. പക്ഷേ കാംകോ ഇന്ന് യഥാർത്ഥത്തിൽ അത് അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിട്ടുണ്ട്. ദിനേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുളസി ചെങ്ങാട്ട് പദ്ധതി വിശദീകരിച്ചു. നഗരസഭാ ചെയർമാൻ വി ഷിജിത്ത്, MV ശ്രീജ, ബിന്ദു K മാത്യു, NK ഷാജി, PC ആതിര, R ഹേമലത, ഫാത്തിമത്തുൽ ഹഷിദ, P ശ്രീലത, AP ശ്യാംജിത്ത്, V സുജാത, V രാമകൃഷ്ണൻ, നിത മണ്ടോടി, S ജിജിന, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. BSNL ഓഫീസിനോട് ചേർന്നുള്ള വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കൃഷിഭവനായി 2,14,00,000 രൂപ ചിലവിട്ടാണ് ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. പാലാപ്പറമ്പിൽ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്തായി നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള 13 സെന്റ് സ്ഥലത്താണ് സ്മാർട്ട് കൃഷിഭവൻ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 2023 കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിന്റെ കൂടി ഭാഗമായാണ് സ്മാർട്ട് കൃഷിഭവൻ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കൃഷി ഓഫീസർക്കുള്ള മുറി, സ്റ്റാഫ് റൂം, മിനി കോൺഫറൻസ് ഹാൾ, കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കാനും സംശയങ്ങൾ പരിഹരിക്കുന്നതിനുമായി ഫ്രണ്ട് ഓഫീസ്, കൃഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക്, ബയോ ഫാർമസി, മണ്ണ് പരിശോധനാ ഫലം വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാക്കാനുള്ള സംവിധാനം, ഇക്കോ ഷോപ്പ് തുടങ്ങിയവ ഈ കെട്ടിടത്തിലുണ്ട്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.